ഹലോ, ഞാൻ സോന, ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലെ സൈക്കോളജിസ്റ്റാണ്. പലരുടെയും ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില ആൻസൈറ്റികൾ നമുക്ക് ചില കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എക്സാമിന് പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ എക്സാം നന്നായിട്ട് പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും. അതുപോലെ തന്നെ ചില ജോലികൾ നന്നായിട്ട് ചെയ്യുന്നതും നമുക്ക് ഈ ഒരു ചെറിയ ആൻസൈറ്റി മനസ്സിലുള്ളത് കൊണ്ടാണ്. എന്നാൽ ചില ആളുകളിൽ ഈ ആൻസൈറ്റി ഭയങ്കരമായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉള്ള ആളുകളുണ്ട്. അവർക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠയായിരിക്കും. സ്വന്തം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഷനും പേടിയും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാറുള്ളത്. അതായത് ചില വ്യക്തികൾക്ക് ആൻസൈറ്റി ഉണ്ടാവാറുള്ളത് ചില സിറ്റുവേഷനുകളിൽ അവർക്ക് ഒരു ഉപകാരമാണ്. അതായത് ചില കാര്യങ്ങൾ നന്നായി ചെയ്യാൻ, ചില സിറ്റുവേഷനുകളെ മറികടക്കാൻ ഒക്കെ ഈ ഒരു ആൻസൈറ്റി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പം അവർ നോർമൽ ലൈഫിലേക്ക് ആവുകയും അവർ ഓക്കെ ആവുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളിൽ എല്ലാ ദിവസവും ആൻസൈറ്റിയാണ്. ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് തന്നെ ഇത്തരം ആളുകൾക്ക് ആൻസൈറ്റിയാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് ജോലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് ഓർത്തിട്ട്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് ഓർത്തിട്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ വെറുതെ ആൻസൈറ്റി ആയിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. സാധാരണ ആൻസൈറ്റി ഉള്ള ആളുകളെക്കാളും കൂടുതൽ 2 മടങ്ങ് അധികം ആൻസൈറ്റി ആയിരിക്കും ഇത്തരത്തിലുള്ള ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു അവസ്ഥയാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ആൻസൈറ്റി ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര അധികം ടെൻഷനായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ടെൻഷൻ തോന്നുക. എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ചെറുതായിട്ട് വന്ന ഭയങ്കര ടെൻഷൻസ്, അങ്ങനെ എല്ലാ സിറ്റുവേഷനുകളിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ആയിരിക്കും ഇവർക്ക് കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ഓവർ തിങ്കിങ് ആയിരിക്കും. ഒരു ചെറിയ കാര്യത്തെയാണെങ്കിൽ പോലും അതിര് കടന്ന് ചിന്തിച്ച് ഭയങ്കര പ്രശ്നമാക്കി തീർക്കുന്ന ആളുകളായിരിക്കും. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇവർക്ക് ഓവർ തിങ്കിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എക്സസീവായിട്ടുള്ള ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഒരു സാഹചര്യമോ സ്ഥലമോ ആയിരിക്കില്ല ഇവർക്ക് പേടി തോന്നുന്നത്. ഓരോ സാഹചര്യവും സ്ഥലവും അനുസരിച്ച് ഇവർക്ക് പേടി മാറിക്കൊണ്ടിരിക്കും. ഇവർക്ക് തന്നെ അറിയാം, ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഇറാഷണൽ ആയിട്ടുള്ള കാര്യമാണ്, അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇവർക്കറിയാം. എന്നാൽ പോലും ഇവർക്ക് ഇവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ടെൻഷനും പേടിയും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കല്യാണത്തിന് പോവുകയാണ്. സാധാരണയായിട്ട് നോർമലി കല്യാണത്തിന് എല്ലാവരും പോവാറുണ്ട്. പക്ഷേ ഇവർക്ക് ആ ഒരു സമയത്ത് പേടി എന്ന് പറയുമ്പം, എന്നെ എല്ലാവരും കാണുമ്പം പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വരും, പേടി വരും, അല്ലെങ്കിൽ ആളുകൾ എന്നെ നോട്ടീസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. വരാൻ പോകുന്ന സാഹചര്യത്തെ ഓർത്ത് മുൻകൂട്ടി ടെൻഷൻ അടിക്കുകയും അത് ഓർത്ത് വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജോലിയിലായിക്കോട്ടെ, അവരുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിലെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ഒന്നിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ എപ്പോഴും അവരുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഒന്നിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത പോലത്തെ അവസ്ഥയായിരിക്കും ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുക. പെട്ടെന്ന് തന്നെ ക്ഷീണം തോന്നുകയും ചെയ്യവർക്ക്. കാരണം എന്താ വെച്ചാൽ ജോലിയാണെങ്കിൽ പോലും അവർ താല്പര്യത്തോടെ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടുപ്പ് തോന്നുക, ക്ഷീണിക്കുക, മൈൻഡൊക്കെ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്ന പോലെ തോന്നുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും ഇല്ലാത്ത പോലെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട്. ചില ആളുകൾ ഇത്തരം സിറ്റുവേഷനുകളിൽ അവർ ഭയങ്കര അധികം ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, ഇതൊക്കെയാണ് കാണാറുള്ളത്. ചില ആളുകൾക്ക് ഉറക്കമില്ലായ്മ, ഇപ്പം ചില ആളുകളൊക്കെ ആണെങ്കിൽ നേരത്തെ കിടക്കുന്നുണ്ടാകും പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് ഉറക്കം അധികമായി പോകുന്ന അവസ്ഥ, അങ്ങനെ ഉറക്കത്തിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസും ഇവർക്ക് കണ്ടുവരാറുണ്ട്. എപ്പോഴും ഈ ആൻസൈറ്റിയുള്ള ആളുകൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും മനസ്സിലുണ്ടാവുന്നത്. എന്ത് കാര്യത്തെയും നെഗറ്റീവായിട്ടായിരിക്കും ഇവർ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, നെഗറ്റീവായിട്ട് ടോക്ക് കാര്യങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്.
ഈ ഒരു സമയത്ത് ഫിസിക്കലായിട്ട് ഒരുപാട് സിംറ്റംസ് ഇവരിൽ ഉണ്ടാവാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈൻഡ് ബ്ലാങ്ക് ആയി പോവുക, ശരീരം മൊത്തം വിയർക്കുന്ന പോലെ തോന്നുക, ആ ഒരു സമയത്ത് വിറയ്ക്കുക, അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ വന്നാൽ സൗണ്ട് പുറത്തേക്ക് വരാതിരിക്കുക, അതുപോലെ തന്നെ സൗണ്ട് ബ്രേക്ക് ആയി പോവുക, ഹാർട്ട് ബീറ്റ് കൂടുക, ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് തോന്നലും പെട്ടെന്ന് മടുപ്പും ക്ഷീണവും ഒക്കെ ആയിരിക്കും അവർക്ക് തോന്നുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എല്ലാവർക്കും സാധാരണയായിട്ട് കാണാറുള്ളത് തന്നെയാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ടെൻഷനും വളരെയധികം പേടിയുമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ നമ്മളിൽ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ആൻസൈറ്റി നിറഞ്ഞതാണ്, പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നുണ്ടെങ്കിലും അത്തരം വ്യക്തികൾക്കും ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കൂളിലെ കളിയാക്കലുകളാവാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള പലതരം അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് കണ്ടുവരാറുണ്ട്. ഈ ഒരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എനിക്കുണ്ടല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. നിങ്ങൾ തന്നെ മനസ്സ് വെച്ചാൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കാതെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നേരിടാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ യൂസ് ചെയ്യാറുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സൈക്കോ എഡ്യൂക്കേഷൻ, അതുപോലെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഏതൊരു സിറ്റുവേഷനെയാണോ ഭയക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിച്ചെന്ന് തന്നെ നമ്മൾ പേടി മാറ്റുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒളിച്ചോടാതെ അതിൽ ഇറങ്ങിച്ചെന്ന് തന്നെ പേടി മാറ്റുക. ഇപ്പം ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതെനിക്ക് പേടി തോന്നുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തന്നെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെക്കുക, ഞാൻ അങ്ങോട്ട് പോകുന്നതായിട്ടും അതുപോലെ തന്നെ അവിടെ പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ആ സാഹചര്യത്തെ കൂളായിട്ട് നേരിടുന്നതായിട്ടും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനോടുള്ള ആ പേടിയും ആ ഒരു ആൻസൈറ്റി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ഡയഗ്നോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഗറ്റീവ്സിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവ്സിനെയും കൂടെ ഫോക്കസ് ചെയ്യുക, അതിനെയും കൂടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒട്ടും നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ ജോലിനെയും ഒക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക തന്നെ വേണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്